മിനിസ്റ്റർ, തീർച്ചയായും അങ്ങേ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു നേതാവായിരിക്കും സീതാറാം യെച്ചൂരി എന്നത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. കാരണം നിങ്ങളുടെയൊക്കെ ഒരു പെരുമാറ്റത്തിലൊരു ഒരുതരം സാമ്യത കാണാറുണ്ട്. പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ആ വ്യക്തത ഉള്ളപ്പോഴും ഭാവനയും പ്രായോഗികതയും അതൊട്ടും നഷ്ടപ്പെടുന്നുമില്ല എന്നതാണ്. മികച്ച പാർലമെൻറ്റേറിയൻ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലും കമ്മ്യൂണിസ്റ്റ് സാഹിത്യത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ ജ്ഞാനം, അത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാനുള്ള വൈഭവം, ഇടതുമുന്നണിയിലേക്ക് മറ്റു പാർട്ടികളെ കൂട്ടിയോജിപ്പിക്കാനുള്ള കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൻ്റെ അപാരമായ രസതന്ത്രം, ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയും നമ്മുടെ രാജ്യവും വലിയ നിർണായകമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം എത്രമേൽ വലുതാണ് മിനിസ്റ്റർ പി രാജീവ്? അത് ഡോക്ടർ അരുൺ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ രാജ്യം, അതുപോലെ ഇന്ത്യ സംവിധാനം, ഇടതുപക്ഷം, CPIM എല്ലാം ഒരു നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ സീതാറാമിനെ പോലൊരു നേതാവ്, എല്ലാ തരത്തിലും ഈ പറഞ്ഞ സവിശേഷമായ കഴിവുകളുള്ള ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും സ്വീകാര്യതയുള്ളൊരു നേതാവ്, തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾക്കകത്ത് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സവിശേഷമായ കഴിവുള്ളൊരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനകൾ വളരെ അത്യാവശ്യമായിരുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്കിപ്പോൾ സഖാവിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എനിക്ക് വല്ലാത്ത ഒരു ശൂന്യതയുടെ ആഴം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ, ആശയമണ്ഡലത്തിലെല്ലാം അത് സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഖാവ് സീതാറാമുമായിട്ട് ദീർഘകാലത്തെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. അത് രാജ്യസഭാംഗമായി അദ്ദേഹം ലീഡറും ഞാൻ ഡെപ്യൂട്ടി ലീഡറുമായി പ്രവർത്തിച്ച കാലം മാത്രമല്ല, കഴിഞ്ഞൊരു 3 ദശകത്തോളം കേരളത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ പരിഭാഷകനായി സമ്മേളനങ്ങളിൽ, റിപ്പോർട്ടിങ്ങുകളിൽ, പൊതുയോഗങ്ങളിലെല്ലാം സഞ്ചരിച്ച ഒരു കാലം, അതിലെല്ലാം ഉണ്ടായിട്ടുള്ള ആഴത്തിലൊരു ആത്മബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നേരത്തെ അരുൺ സൂചിപ്പിച്ച ഭാഗങ്ങളെല്ലാം വളരെ ശരിയാണ്. തൻ്റെ പ്രത്യയശാസ്ത്രത്തിനുള്ള ആഴത്തിലുള്ള അറിവ്, എന്നാൽ മാർക്സിസം എന്നുള്ളത് പ്രയോഗിക്കാനുള്ളൊരു ശാസ്ത്രമാണ്. ആ പ്രയോഗത്താലോ നിരന്തരം ശക്തിപ്പെടേണ്ട സിദ്ധാന്തവുമാണ്. ഇത് ചിലർ പറയാം, നിങ്ങൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ ചില കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പ്രവർത്തിക്കാർ വൈരുദ്ധ്യമില്ലേ? യഥാർത്ഥത്തിലൊരു വൈരുദ്ധ്യമല്ല, അതാണ് മാർക്സിസത്തിൻ്റെ സത്ത, ഹൃദയം എന്നുള്ളത്. ആ ഹൃദയം ഉൾക്കൊണ്ട ഒരു ഓർഗാനിക് കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് സീതാറാം. അദ്ദേഹത്തെ പോലെ ഇത്രമാത്രം സാഹചര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്ത് രാഷ്ട്രീയ അടവുകൾ രൂപീകരിക്കുന്നതിൽ, അത് പാർട്ടി അംഗങ്ങൾക്കും സാധാരണക്കാർക്കും മനസ്സിലാകാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ എല്ലാം അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ഉലഞ്ഞ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ ഘട്ടത്തിൽ അദ്ദേഹമാണ് കലക്കത്തയിൽ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആകെ വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. ചെന്നൈയിലെ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രത്യയശാസ്ത്ര പ്രമേയം തകർന്നത് സോഷ്യലിസം അല്ല, സോവിയറ്റ് യൂണിയനാണ് എന്നും അതിൻ്റെ ഒരു തിരിച്ചടിയാണ് സോഷ്യലിസത്തിന് ഏറ്റത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അവതരണങ്ങൾ, എനിക്ക് തോന്നുന്നു 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെത്തി. 40 ആകുമ്പോഴേക്കും അദ്ദേഹം പൊളിറ്റ് ബ്യൂറോയിൽ അതെ അംഗമാകുന്നു. പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു, തുടർച്ചയിൽ അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമാകുന്നു. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ധൈഷണിക നേതൃത്വമായും പ്രായോഗിക രൂപമായി മാറാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു MP ബാസവ പുന്നയുടെയൊക്കെ ഒരു പ്രത്യയശാസ്ത്ര തെളിമയുടെ തുടർച്ച, EMSൻ്റെ അതിൻ്റെ പ്രായോഗികമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടർച്ച, സഖാവ് സുർജിത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മർമ്മമറിഞ്ഞ പ്രവർത്തനങ്ങളുടെ തുടർച്ച, ഇതെല്ലാം ഒരാളിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ ആ ഒരേ ഒരാൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്നത് സഖാവ് സീതാറാം യെച്ചൂരി.